നമ്മളെ ഒന്ന് ശംഖുമുഖം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഏക്കുട്ടിയുണ്ടോ പിണങ്ങിയിരിക്കുകയാണ്. അവൾക്ക് വീട് പൂട്ടി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തി ഇടേണ്ട ഷൂസ്, ഇടാൻ വെച്ചിരുന്ന ഷൂസ് അകത്താണ് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ പുറത്ത് കിടക്കുന്നത് ഒന്നും ഇടാൻ വയ്യ. അങ്ങനെ കരച്ചിലോട് കരച്ചിലാണ്. അങ്ങനെ പുറത്ത് ഒരു വിധം സെറ്റ് ചെയ്ത് കാറിൽ കയറ്റിയിട്ടുണ്ട്. പിണക്കമൊക്കെ മാറ്റി. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ബ്ലോക്കാണ്. ഇപ്പം നമുക്ക് നമ്മളെ വീട് ചാക്ക ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചാക്ക ജംഗ്ഷൻ കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ശംഖുമുഖ ആ ഒരു റോഡിലോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, പിന്നെ എയർപോർട്ട് റോഡിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ തിരക്കില്ല. പക്ഷെ കണ്ടോ, ശംഖുമുഖം എത്തിയപ്പം നേരെ വണ്ടികൾ കിടക്കുവാണ്. അപ്പം മനസ്സിലായി അടിപൊളി തിരക്കാണെന്നുള്ളത്. പിന്നെ ഒരുവിധം എവിടെ ഒരു കുഞ്ഞു സ്ഥലം പാർക്ക് ചെയ്യാൻ കിട്ടി. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബീച്ച് ഇങ്ങനെ റോഡിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാർക്കിൽ ഇപ്പം ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അതിങ്ങനെ ന്യൂസിലൊക്കെ കണ്ടപ്പോഴാണ് അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോഴാണ് മനസ്സിലായത് ഹൊറർ ഹൗസ്, ഗ്ലാസ് ഹൗസ്, ഇലൂഷൻ ഹൗസ്, അങ്ങനെ 3 ഹൗസ് ഉണ്ട്. അവിടത്തേക്ക് ഒരു കോംബോ ഓഫർ ഉണ്ട്. ഒരുമിച്ച് ടിക്കറ്റ് 3ലേക്ക് എടുക്കുകയാണെങ്കിൽ 200 ഉള്ളൂ, അല്ലെങ്കിൽ ഓരോന്നിനും 100 വെച്ചാണ്. പക്ഷേ ഈ ഹൊറർ ഹൗസ് നമുക്ക് കുറച്ച് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരു രസമാണ്. പക്ഷേ ഈ ഗ്ലാസ് ഹൗസ് എനിക്ക് 100 രൂപയ്ക്ക് അത്രയ്ക്ക് വർത്തായിട്ട് തോന്നിയില്ല, കാരണം വളരെ കുറവാണ്. പിന്നെ ഇല്ലൂഷൻ ഹൗസിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തോന്നലുകളാണല്ലോ, ഇങ്ങനെ ഒരു ബ്രിഡ്ജിൽ നമ്മൾ കയറി നിൽക്കുക, അത് കിടന്ന് കറങ്ങുന്നതായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഗ്ലാസ് ഹൗസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, കാണാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ ടിക്കറ്റിന്റെ റേറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടുത്തെ പാർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് പാർക്കിലോട്ട് പോയിട്ട് കുറച്ച് നാളായി. ഞാൻ അധികം കൊണ്ടുപോകാറില്ല, കാരണം ഇവരെൻ്റെ പൈസ മൊത്തം പൊട്ടിക്കും. അവിടെ ഇങ്ങനെ ഒരു ഫിഷിന്റെ ഒരു സ്പാ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെന്നപ്പം തന്നെ എങ്ങനെ ബഹളം വെച്ചിട്ടാണോ എന്തോ 2-3 മീൻ ഇങ്ങനെ പുറത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഐസ്ക്രീം പാർലറും കഫേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അല്ലൂസിന്റെ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്കാണ് പോയത്. കാരണം അവൻ ഈ പല്ലിൽ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വിസിറ്റ് നടത്തണം. നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. അല്ലൂസിന് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കാരണം രാത്രിയിലേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല, ഉച്ചയ്ക്ക് വെച്ചത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് അല്ലൂസിന് ചപ്പാത്തിയാണ്. അല്ലു ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പാണ് കേട്ടോ. അവന് ചോറിനോട് അത്ര അങ്ങോട്ട് ഇഷ്ടം പോരാ. നമുക്ക് ഉച്ചക്കത്തെ കുറച്ച് ചമ്മന്തിയും കൊഞ്ച് ഫ്രൈയും അങ്ങനെ, പിന്നെ ഞാനൊരു മുളക് ചമ്മന്തി പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ തൈരും, പിന്നെ സ്വർഗ്ഗമല്ലേ, ചിക്കനും കൂടെ വെക്കുമ്പോഴത്തേക്ക് സ്വർഗ്ഗമായി. പിന്നെ എനിക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ 7 മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കും. ഇതിപ്പം ഒരു 8:30-9 മണി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ചിക്കൻ ഇങ്ങനെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ ഓൾറെഡി കുക്കായ ചിക്കൻ വെച്ച് തന്നെ ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് ആരെയും വെയിറ്റ് ചെയ്യാനും വയ്യ. ഞാൻ അത്രയ്ക്ക് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുമ്പം തന്നെ എനിക്കിങ്ങനെ കൊതി വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഈ എന്തെങ്കിലും ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയും പിന്നെ തൈരും ഈ തേങ്ങാ ചമ്മന്തി